ഇവിടെ വെച്ചാൽ ഇവിടെ ഇവിടെ ഇങ്ങോട്ടുണ്ട് ഇവിടെ അവിടെ തന്നെ വെച്ചാൽ മതി. ഇവിടെ തന്നെ വെച്ചു ഇങ്ങോട്ട് അവിടെ അല്ല ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞു. അല്ല അത് ചൂടാവല്ലേ, ഞാൻ ആദ്യം അപ്പുറത്ത് കഴിയണോ അത് ഇപ്പുറത്ത് കഴിയണോ എവിടെ കഴിയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയി പോയി. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ അവിടെ തന്നെ കഴിയാം. ഇത് അവസാനത്തെ അവസരമാണ്. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആയുസ്സിൽ പറയലുണ്ടാവില്ല. ഇന്ന് എന്തായാലും പറയണം. ആ രേണു, എന്താണ് അത്ര ചിരിക്കാൻ? അല്ല, ഈ രേണുവിന്റെ ഓരോ കൂട്ടുകാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതോ നിനക്ക് പറ്റിയ അബദ്ധം? എന്താ നീ അവളോട് പറഞ്ഞു? എന്താ ബല, നീ എന്തായി കാണിക്കുന്നത്? എന്താ അവിടെ? അച്ഛവള് പറയുന്നില്ലേ ഇവക്ക് ഇവന് ഇഷ്ടമാണ്. ഞാൻ നന്ദികേടാണ് ചെയ്യുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാനൊരു ജീവിതം തേടി വന്നപ്പോൾ എനിക്ക് തന്നു. ഇനി ഞാൻ മറ്റൊന്നോട് ചോദിക്കാണ്. രേണുവിനെ എനിക്ക് തന്നോടെ? ഇല്ലെങ്കിലോ? ഞാൻ കൊണ്ടുപോകും. അച്ഛനോട് എന്താ ചെയ്യുന്നു? പണം തികയോ നോക്കിയതാ. മോടെ കല്യാണം നടത്തണ്ടേ? ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോള് ചെയ്തോളൂ. ഇത്ര പെട്ടെന്നൊരു രാജകുമാരനായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒക്കെ എന്റെ ഭാഗ്യം. എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, സന്തോഷായി. അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നതാണ്. പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷൻ ശിവരാമൻ നായർ. കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു, മിന്നുകെട്ടി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും. അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും. ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ സ്നേഹമുള്ള എരുമക്കാരെന്ന് വിളിക്കട്ടെ? വിളിച്ചോളൂ, വിരോധമില്ല. അവസാനം സ്നേഹം കൂടിക്കൂടി അത് വെറും എരുമയെന്ന് മാത്രം ആവരുത്. നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്? കിടത്തിയതല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്നാ. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. ആകെ കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാണ്. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ? വേണ്ട, വായിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവൻ മുഴുവനായിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. അറും പറ്റുന്ന വാക്കുകൾ പറയാതെ. എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ? അവനെ പ്രസവിക്കുന്നതിന് ബാസ്ത്രി വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ അതെ, അവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം. ആംലേറ്റ് ആയിട്ടാണോ ബുൾസൈ ആയിട്ടാണോ? എങ്ങനെയെങ്കിലും 101 ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ. രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു. അയ്യോ, മുട്ട പൊട്ടിപ്പോയി. ഞാൻ പോവാ. എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വേണോ? ഞാൻ പോവാ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഏട്ടൻ വാങ്ങിച്ചതന്നല്ലേ, ഇഷ്ടാവാതിരിക്കോ? നോക്കട്ടെ. ഉള്ള പണം കൊണ്ട് ഉരുപ്പടി വാങ്ങി ഇവിടെ ദേഹത്ത് മാത്രം ഇട്ടാ മതിയോ? നിനക്കൊരു പെണ്ണിന് ജീവിതം കൊടുക്കാനുള്ളതല്ലേ? ഇവള് സന്തോഷമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടാലേ എനിക്കൊരു ജീവിതമുള്ളൂ. അല്ലാതെ ഒരു ഏട്ടനാന്ന് പറഞ്ഞ് ഞാൻ ഈ വേഷം കെട്ടിട്ട് എന്താ കാര്യം?
നിനക്ക് ജന്മം തന്നപ്പോഴേ ഈ വേഷവും ഞാൻ കൈ തന്നതല്ലേ. അച്ഛൻ ഇതുവരെ ചെയ്യാൻ കഴിയാത്താണ് മോളെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. എന്റെ കണ്ണടഞ്ഞാലും നീ ബന്ധം വിടരുത്, മരണം വരെ. ഏട്ടാ, എന്റെ വിവാഹത്തോടൊപ്പം ഏട്ടന്റെ വിവാഹം നടക്കണം. ഒരു നിമിഷം പോലും വൈകാതെ അത് നടന്നു കാണണമെന്ന് ഈ അനിയത്തിക്ക് മോഹമുണ്ട്. കുഞ്ഞുനാളിലെ ആ കല്യാണം നടന്നതല്ലേ മോളെ, പിന്നൊരു ചടങ്ങ് അതെപ്പോ വേണമെങ്കിലാവല്ലോ. വള വാങ്ങിച്ചാ മാല വാങ്ങിച്ചാ കൊച്ചു കുട്ടിലെ പോലെ കിടന്ന് ചെറുങ്ങാതെ എന്താ വേണമെന്ന് വെച്ചാൽ മേടിച്ചോ. എനിക്ക് ഇതിനൊന്നും സെലക്ഷൻ അറിയില്ല, അതുകൊണ്ടാ. കൊള്ളാമോ? ഇതെടുത്തോളൂ. ഇതെന്താ വില? 20 രൂപ. ആ തുണി ഇങ്ങനത്തെ ഇതല്ല, ആ നീല. എന്താ ഇത്? മനുഷ്യനെ മനുഷ്യനെ ചാവി കൊല്ലാൻ എന്താ ബാലേട്ടാ ഇത്? ബാലേട്ടൻ എന്തിനാ അങ്ങനെ ഓടിയത്? എന്തിനാ ഓടിയതെന്ന്? ത്രില്ലോ? ഇങ്ങനെയാണോ ത്രില്ല് കാണിക്കുന്നത്? ഞാനിങ്ങ് പേടിച്ചു പോയി. എല്ലാരും എന്നോട് പറഞ്ഞു നിന്റെ ബാലേട്ട ഇനി ഓടിപ്പോവുന്ന്. അതുകൊണ്ട് ബാലേട്ട ഓടിയപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. അച്ഛന്റെ തല്ലും വാങ്ങി നാട് വിട്ട ശേഷം പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു മോളെ. നെട്ടോട്ടം. ഇടയ്ക്കിടയ്ക്കത് ഓർമ്മ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ ഓടിപ്പോവും. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണ്ടേ, അതിന് ഇതൊക്കെ ഒരു മാർഗമുള്ളൂ. വാ, നമുക്ക് വീട്ടിൽ പോവാം. നീ ഇത് എവിടെ പോയിരുന്നു മോനെ? ഞാൻ വെറുതെ അശ്വതിയുമായിട്ട് ഇങ്ങനെ. ചെല്ലേ, ഞാൻ ഒരാളെ അന്വേഷിച്ചിട്ട് വരട്ടെ. വിക്രമൻ ഇവിടെ ആരാ മോനെ? അങ്ങനെ ഒരാള് വിക്രമനെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കുന്നു. ഞാനൊരു മരമണ്ടൻ. ഇത്രയും കാലം അന്യനാട്ടിൽ ജീവിച്ച് നിനക്കെങ്ങനെ ഇവിടെയുള്ളവരൊക്കെ അറിയാൻ പറ്റുക? ചെല്ലേ, ഞാനിപ്പോ വരാം.